ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. തുടർന്നും എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്ത് നോക്കാം. കുറച്ച് കളർ പെൻസിലുകളും ഒരു ബ്ലാക്ക് പെന്നും മാത്രം മതി. അപ്പോൾ നമുക്ക് എന്താണെന്ന് കണ്ടാലോ. ബയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ളൊരു ഡ്രോയിങ് ബുക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് കട്ടിയുള്ള ഏത് പേപ്പർ വേണമെങ്കിലും ഉപയോഗിക്കാം. ചാർട്ട് പേപ്പർ ആ കയ്യിലുണ്ടെങ്കിൽ അതാണെങ്കിലും എടുത്താൽ മതിയാവും. കട്ടിയാവുമ്പോൾ നമുക്ക് കളറൊക്കെ ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ബാക്ക് സൈഡിലൊക്കെ ആകും, വൃത്തികേടായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കട്ടിയുള്ള പേപ്പർ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പെൻസിൽ കൊണ്ട് അതിനൊരു ബോർഡർ കൊടുക്കുവാണേ. അപ്പം നമ്മൾ ആദ്യം ഈ പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തരത്തിലൊന്ന് മാറ്റി വരയ്ക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തെറ്റിപ്പോയി നമുക്കൊന്ന് തുടച്ചിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ പെൻ വെച്ച് വരച്ചാൽ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം അതൊരു പെൻസിൽ വെച്ച് വരയ്ക്കുന്നത്. അപ്പോൾ ആ പെൻസിൽ വെച്ച് വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ തന്നെ നമുക്ക് ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് നമുക്ക് വരച്ചാൽ മതിയാവും. അപ്പോൾ ഇത് നമുക്ക് അകത്ത് ബോർഡർ വരച്ചതിന് ശേഷം വേവ്സ് പോലെ നമ്മളൊരു ചെറിയ കർവ് വരുന്ന രീതിയിൽ, സ്ട്രെയിറ്റ് ലൈൻ അല്ല, അല്ലാതെ കർവ് ലൈനായിട്ട് വരച്ചു കൊടുക്കണം. അതിനുശേഷം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ വരച്ചു കൊടുക്കണം. കണ്ടോ? അപ്പോൾ ഓരോ കോളമായിട്ട് നമുക്ക് കിട്ടും. അത് ചെറിയ കോളമായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവുമേ. അപ്പോൾ ഇത് നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇനി നമ്മളിതിനെ ബ്ലാക്ക് പെൻ ഉപയോഗിച്ച്, നമുക്ക് കറക്ഷനൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് അതിനൊരു ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് വീണ്ടും ഒന്ന് ഡാർക്കൺ ചെയ്തെടുക്കണം. അകത്തെ വേവ്സിനും എല്ലാം നമ്മൾ ഈ ബ്ലാക്ക് കളർ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഉള്ള കളേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കതിനൊന്ന് എല്ലാ കോളവും കളർ ചെയ്തെടുക്കണം. ആ കോളം കളർ ചെയ്യുമ്പോൾ കോർണർ സൈഡ് നമ്മളൊരു കോളം വരച്ച് കളർ ചെയ്തിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള കോർണർ വരുന്ന സൈഡ് നോക്കി വേണം എടുക്കാൻ. അല്ലാതെ ഇടത്തെയും വലത്തെയും കോളങ്ങളല്ല, നമ്മുടെ ആ മൂല നോക്കി വേണം തന്നെ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കളേഴ്സേ ഉള്ളൂ, അതുകൊണ്ട് റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറേ കളേഴ്സ് ഉണ്ടെങ്കിൽ റിപ്പീറ്റേഷൻ ഇല്ലാതെ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ കണ്ടോ, കോർണർ നോക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് കളറുകളേ ഉള്ളൂ, അതുകൊണ്ട് അത് ഞാൻ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്, സാരമില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഫൈനൽ ലുക്ക് പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ പറയണം കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അതുപോലെ അകത്ത് നമ്മൾ കളർ അടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ശകലം ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മളത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മളൊരു ബ്ലാക്ക് പെൻ വെച്ച് തന്നെ നമ്മളതൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇനി അഥവാ ഒത്തിരി ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈനലിൽ നമുക്ക് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഫൈനലിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളങ്ങ് അടിച്ച് പോയാൽ മതി. അതിന് ഗ്യാപ്പ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളങ്ങനെ എല്ലാ കളറുകളും നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി നമ്മൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ഡാർക്കർ ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഒരു സൈഡിലായിട്ട് മാത്രം അടിച്ചു കൊടുത്താൽ നമുക്കത് കുറച്ചുകൂടെ ഒന്ന് എംബോസ് ചെയ്ത് നിൽക്കുന്ന മാതിരി തോന്നും. അപ്പോൾ ഇനി അതങ്ങനെ ഇല്ല എങ്കിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ അങ്ങനെ ഡാർക്കർ ഷെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഒരു വൈറ്റ് പെന്നൂടെ നമുക്കിതിന് വേണ്ടി ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വൈറ്റ് കളറിലെ മാർക്കറായാലും മതി. നമുക്കൊരു ഷൈനിങ് ഒക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കളറൊക്കെ ഉള്ള പെബിൾസൊക്കെ ഇങ്ങനെ നിരത്തി ഇട്ടേക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വൈറ്റ് പെന്നും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ഒരു കുത്ത് മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് നമുക്ക് മൊത്തത്തിൽ മാറി വരും. ഇതിങ്ങനെ ചെയ്യുന്നെങ്കിലും ഫൈനലി കാണാൻ അതാണ് രസം കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞു മക്കൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാവൂ. കാര്യം ഇപ്പോൾ ഒരു 4-5 മിനിറ്റിനുള്ളിൽ വീഡിയോയ്ക്കകത്ത് തീരുന്നെന്ന് പറഞ്ഞുകൊണ്ട് അത്രയും സമയമൊന്നും അല്ല, ഒത്തിരി സമയം ഇതിനെടുക്കും. അതുകൊണ്ട് കുഞ്ഞുമക്കളൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് മാത്രം ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അല്ലേ അമ്മമാരുടെ കയ്യിൽ നിന്ന് വഴക്കൊക്കെ കേൾക്കും. അപ്പോൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് കണ്ടോ, ഗ്രീൻ കളറൊക്കെ റിപ്പീറ്റേഷൻ വരുന്നുണ്ടേ. അപ്പോൾ വേറെ കളർ എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുങ്ങളുടെ പ്രോജക്റ്റിനൊക്കെ ആയിട്ട് വാങ്ങിക്കുമ്പോൾ കളറൊക്കെ കാണുമല്ലോ കയ്യിൽ. അപ്പോൾ അതൊക്കെ റിപ്പീറ്റേഷൻ ഇല്ലാതെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം കോളം എല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. അതിനുശേഷം നമ്മൾ ആ ഒരു ബ്ലാക്ക് പെന്ന്, നമ്മൾ ആദ്യം വരയ്ക്കാനെടുത്ത ആ ബ്ലാക്ക് പെന്ന് തന്നെ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ സ്ക്വയറായിട്ട് കാണുന്ന ഈ കോളം എല്ലാം നമ്മളൊന്ന് റൗണ്ട് ഷേപ്പിൽ ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഷേപ്പ് വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു റൗണ്ട് പോലൊന്ന് 4 സൈഡും ഇപ്പം 4 സൈഡും കൂർത്തിരിക്കുമല്ലേ, ഷാർപ്പായിരിക്കും. അപ്പോൾ അതിനെ നമ്മളൊന്ന് കർവ് ചെയ്തെടുക്കുക. 4 സൈഡും ജസ്റ്റ് ഒന്ന് കണ്ടോ കർവ് ചെയ്ത് എടുക്കുക.
അപ്പോൾ എൻ്റെ ക്യാമറയിൽ മുടി കാണുന്നത് കൊണ്ട് ബാക്കി വീഡിയോ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫൈനൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ ക്യാമറ എന്നെ ചതിച്ചത് കൊണ്ട് ഞാൻ അത്രയും ഫുള്ളായിട്ട് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കണ്ട ആ മൂലയെല്ലാം നല്ലതായിട്ടൊന്ന് കർവ് ചെയ്ത് പെർഫെക്റ്റ് ഷേപ്പൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തന്നെ മതി. അപ്പോൾ അതൊന്ന് കർവ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വൈറ്റ് പെന്ന് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ആ ഒരേ സൈഡ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഒരേ സൈഡ് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു വരയും ഒരു കുത്തും, അത്ര മാത്രം മതി. വരയുടെ തുടക്കത്തിൽ ജസ്റ്റ് ഒരു ശകലം വീതി കൂടിയിട്ട് ഇപ്പുറത്തോട്ട് വരുമ്പോൾ വീതി കുറഞ്ഞ് വരത്തക്ക രീതിയിൽ ഓരോ വരയും, എന്നിട്ട് ആ വീതി കുറഞ്ഞ ഭാഗത്തൊരു കുത്തും, അത്രേ ഉള്ളൂ. അപ്പോൾ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ഒക്കെ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതേ ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.